എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓൺലി ഫോർ മെമ്പേഴ്സിനായിട്ടാണ്. പബ്ലിക്കില് എല്ലാവരും ഇന്നിവിടെ അവൈലബിൾ അല്ല. ആഴ്ചയിൽ നിങ്ങൾക്കറിയാമല്ലോ, ചില ദിവസം നമ്മൾ മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ മറ്റു ചില ദിവസങ്ങളിൽ നമുക്ക് പബ്ലിക്കിന് വേണ്ടിയും ക്ലാസ് ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് മെമ്പേഴ്സ് നൽകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്ഥിരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ വിവിധമായ കോഴ്സുകളിൽ ചേർന്ന് നമ്മൾ മെമ്പേഴ്സ് ആയ ആൾക്കാർ 6 മാസത്തെയും 1 വർഷത്തെയും ഒക്കെ മെമ്പർഷിപ്പിൽ കരസ്ഥമാക്കിയ ആൾക്കാർക്ക് ആഴ്ചയിൽ 4 ദിവസം എക്സ്ക്ലൂസീവ് ഫോർ അവർക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കുകയും മറ്റുള്ള ദിവസങ്ങൾ പബ്ലിക്കിന് നൽകുകയും ചെയ്യും. ഇതേ ക്ലാസ് യൂട്യൂബിൽ പബ്ലിക്കിന് വേണ്ടി നൽകുകയും ചെയ്യുന്നു. പക്ഷെ ഒരു വ്യത്യാസം, എന്തെങ്കിലും ഒരു ചെറിയ കോറായ ഐറ്റം മെമ്പേഴ്സിന് മാത്രം കൊടുത്തുകൊണ്ട് അതിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നു. പോകുന്നവർക്ക് പോകാം, പോകാത്തവർക്ക് പോകാതിരിക്കാം. ആരും ഒന്നും പറഞ്ഞില്ല. മെമ്പേഴ്സ് ഒള്ളി ആണെങ്കിൽ ഈ ലിങ്ക് ഒള്ളി മെമ്പേഴ്സിന് മാത്രമേ കൊടുത്തിട്ടു എങ്കിൽ മെമ്പേഴ്സ് ആയവർ മാത്രമല്ലേ ഇതിനകത്ത് കയറുള്ളൂ, മറ്റുള്ളവർക്കൊന്നുമല്ലോ. വെറുതെ എന്താ, യെസ്, ഞാൻ പറഞ്ഞില്ലേ, സി, if you are in a positive mindset, you will find wherever you go, you will find positiveness. If you are in negative mindset, wherever you go, you will find negativity. Then you can decide it where you are now. That's just ഒരു കൺക്ലൂഷൻ, അത്രേ ഉള്ളൂ. അപ്പോ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് വിവിധമായ ക്ലാസ്സുകൾ നടത്തുന്നു. വിവിധമായ കോഴ്സുകൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും കൊണ്ടുവരും. അപ്പൊ നമ്മുടെ മണിയുമായിട്ട് ബന്ധപ്പെട്ട് ലോ ഓഫ് അട്രാക്ഷൻസ് ഉണ്ട്, സക്സസിനായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ജേർണി ടു ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് എല്ലാ വിധമായ നമ്മളിപ്പോ നിലവിലൊരു 20ഓളം കോഴ്സുകളാണ് ഓൺ ടൈം റൺ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലൂടെയാണ് നമ്മൾ മെമ്പർഷിപ്പ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഉണ്ടാവാൻ പ്രത്യേകിച്ച് നിങ്ങളൊന്നും പേ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഏതെങ്കിലും 1000 രൂപയിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് മെമ്പർഷിപ്പ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അത്രയും നമ്മുടെ കണ്ടീഷനുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ്, അതിന്റെ വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിചാരിച്ചിരുന്നത്. യെസ്, ഓക്കെ. നമുക്ക് മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒഴിവാക്കി പോയ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുന്നു. ഇന്ന് രാവിലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് മറ്റ് യൂട്യൂബ് കാണുന്നവരോട് എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പോ തിലോത്തമൻ എഴുതിയപ്പോഴാണ് ഞാൻ വീണ്ടും ഓർമ്മിച്ചത്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. നോക്കൂ, നിങ്ങൾക്കുള്ള ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർ അത് റിപ്പീറ്റ് ചെയ്യും, കമന്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തതിന് വളരെയധികം നന്ദി. കാരണം ഇതെന്താ പറയുക, നന്ദി പറയാനുള്ള പ്രധാന കാരണം, നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇത്രയും ചെറിയ സംഭവമല്ലേ എന്നുള്ള ഒരു തോട്ട് നമുക്കുണ്ടാവും. ഉള്ളവർക്ക് പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമുണ്ടല്ലോ, അത് അനുഭവസ്ഥർ പറഞ്ഞത് കേൾക്കുക തന്നെ വേണം. പലപ്പോഴും ഞാനത് പണ്ടെപ്പോഴോ ഞാൻ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചൊരു കാര്യമാണ്. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ നിങ്ങളോട് മുമ്പിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിന്ന് സംസാരിക്കാൻ ഈ കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത്, ഇപ്പൊ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്ത് നിങ്ങളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ നിത്യമായി എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഓരോ ആളോടും അതിനനുസരിച്ച് സംസാരിച്ചു കൊണ്ട് പോകാൻ എനിക്ക് ആത്മധൈര്യം നൽകിയത് ഈ ഒരു വാക്കാണ്. ഈ വാക്കിന് അത്രയും ലളിതമായി നിങ്ങൾ കരുതരുത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ശുഭാപ്തി വിശ്വാസത്തോട് അത് നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡ്. നിങ്ങൾ എവിടെയെങ്കിലും ആരോടും ചോദിച്ചത് എങ്ങനെയായിരിക്കും സംഭവിച്ചത്, ഞാൻ പലവട്ടം പറഞ്ഞു നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം, നിത്യ അഭ്യാസമാക്കി മാറ്റുക എന്നുള്ളതാണ്
ഇതുമായിട്ട് പറയാനുള്ളത്. നിത്യ അഭ്യാസമായി ഇത് തന്നെ നിങ്ങൾ വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ്. അത് ആദ്യം തന്നെ പറയുന്നു. അഫർമേഷൻസ് ഇവിടെ ലൈവ് ക്ലാസ്സിൽ ഞാൻ 2 അഫർമേഷൻ നൽകും. അതൊന്ന് സീക്രട്ട് അഫർമേഷൻ ആണ്. ഇത് ലൈവ് ക്ലാസ്സിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു അഫർമേഷൻ ലൈവ് ക്ലാസ്സിലുള്ളവർ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, അത് യൂട്യൂബ് വീഡിയോസിലാണ്. വിവേചനമല്ല, അത് ചെറിയൊരു സീക്രട്ട് ഉള്ളത് കൊണ്ടാണ്. ആ സീക്രട്ട്, ഇതുപോലെ സീക്രട്ടുകൾ ഇനി ഞാൻ ലൈവ് ക്ലാസ്സിൽ മാത്രം കൊടുക്കും. പബ്ലിക്കിൽ മറ്റൊരു സീക്രട്ട് ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ രണ്ടും രണ്ടായിട്ട് ചെയ്യുന്ന അത് വ്യത്യാസമല്ല, കാരണം അത് ആവശ്യമാണ്. അങ്ങനെയാണ് നമുക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിവിലേജ് എന്റെ മെമ്പേഴ്സിന് ഞാൻ കൊടുക്കണ്ടേ, അപ്പോഴല്ലേ അതിന് ശരിയാവുള്ളൂ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് യൂട്യൂബ് മെമ്പർഷിപ്പ് അല്ല. നിങ്ങൾ യൂട്യൂബിന് വേണ്ട മെമ്പർഷിപ്പിന് വേണ്ടി 29 രൂപ എനിക്ക് അയച്ചു തരരുത്. അത് യൂട്യൂബിനുള്ളതാണ്. യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കുറച്ച് മെഡിറ്റേഷൻസ് കിട്ടും. അതുപോലെ തന്നെ ചില ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് മെമ്പേഴ്സിൽ ഉള്ളി മാത്രമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കുറച്ചുകൂടി മെമ്പർഷിപ്പ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകളൊക്കെ അതിനകത്ത് ആയിരിക്കും കൂടുതൽ വരുന്നത്, പബ്ലിക്കിൽ വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇന്ന് രാവിലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ഇന്നലെയും ഇന്നും ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നടത്തി. അമേസിംഗ് ആയിട്ടുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടായി. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഇനി 2 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യും. മറ്റേ മെഡിറ്റേഷനുള്ളവർ വീണ്ടും വേണമെങ്കിൽ, മറ്റേ മെഡിറ്റേഷനുള്ളവർക്ക് ഇന്ന് നൽകാൻ സാധിച്ചില്ല, അവർക്ക് സെൽഫ് പ്രാക്ടീസ് ആണ് കൊടുത്തത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പറയാനുള്ളത്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു സീക്രട്ട് ഓഫ് മണിയുടെ കാര്യം. പക്ഷെ വളരെ ഏറ്റവും കുറച്ചാണ് ഞാൻ ആ എമൗണ്ട് തന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ മണിയുമായി ബന്ധപ്പെട്ട് വിഷയം ഉള്ളവർക്ക് അത് ഗുണകരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തതും അത് തരാൻ വേണ്ടിയിട്ടും ഒരുപാട് സമയം എടുത്തതും. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോ യഥാർത്ഥത്തിൽ മണി വിഷയമുള്ളയാൾ വീണ്ടും വീണ്ടും പറയുന്നത് മണി എങ്ങനെ. ഇന്നൊരാൾ എന്നെ വിളിച്ചു സംസാരിച്ചു, സാറേ ഞൊടിയിടയിൽ കാശുണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് സാർ ഇപ്പൊ പറഞ്ഞു തരാമെന്ന്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളോട്, ഇങ്ങനെയൊന്നും ഈ സാധനം വർക്ക് ചെയ്യില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ നിങ്ങളെ മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലാതെ മാജിക്, ഇത് എന്താ പറയാ, മറ്റ് ഞൊടിയിടയിൽ കാശുണ്ടാക്കുന്ന പരിപാടിയൊന്നും പറ്റില്ല. ഇതെല്ലാം ബ്രെയിനിന്റെ സിസ്റ്റമാണ്. നമ്മുടെ മനോഗതി മാറ്റിയാൽ മാത്രമേ നമുക്ക് വരികയുള്ളൂ. അല്ലാതെ നമുക്കിതൊന്നും വരികയില്ല. ചിന്തയാണ് ഏറ്റവും പ്രധാനം. അത് മാറ്റാൻ നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് മറ്റൊന്ന് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ സംഭവം പറ്റില്ല. നമുക്ക് നമ്മുടെ അവസ്ഥയാണ് മാറ്റേണ്ടത്, നമ്മുടെ ചിന്തകളാണ് മാറ്റേണ്ടത്. അത് മാറ്റാനുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ചിന്തകൾ മാറ്റുക, ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. ഇതുപോലുള്ള പോലെ പറയുന്ന ചില അഫർമേഷനുകൾ നിത്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതായി തീരുമ്പോൾ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. ഒന്നുകൂടി തിരിച്ചറിയുക. അതുപോലെ തന്നെ അതുകൊണ്ട് ഇന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിനോട്, ക്ലാസ് ആയതുകൊണ്ട് ഇപ്പൊ പണം വരാനുള്ള മാന്ത്രികതയാണ് ആവശ്യമെങ്കിൽ അതല്ല, പണം വരാനുള്ള ആക്ഷൻ ആവശ്യമാണ് അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാതെ മടി കാണിച്ചവരോടെല്ലാം പറഞ്ഞ് ഇന്നത്തെ നിങ്ങൾ സീക്രട്ട് ഓഫ് മണി, കടബാധ്യതകൾ മറ്റുള്ളവർ സീക്രട്ട് ഓഫ് മണി എടുക്കുന്നത് വളരെ നല്ലതാണ്. ചെയ്യുക. നിർബന്ധിക്കുന്നില്ല, ആവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ മസ്റ്റ് ജോയിൻ ചെയ്യുന്നു ഞാൻ പറയില്ല. നിങ്ങൾ വേണമെന്ന് കരുതുന്നു ഇവിടെ പഠിക്കാൻ, നിങ്ങൾക്ക് അതിന്റെ ഐഡിയകൾസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി തന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നത് വരെ കൂടെ ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാക്കൽ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം പ്രധാനമായിട്ട്, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. ഇന്ന് വളരെ ക്വിക്കായിട്ട് ക്ലാസ് എടുക്കാം. ക്ലാസ് എടുത്ത് നിങ്ങൾക്കുള്ള ഒരു സംഭവം മനസ്സിലാക്കി തരാം. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിലുള്ളവർക്കുള്ള ഒരു കാര്യം കൂടി ചേർത്ത് നിങ്ങൾക്ക് രണ്ടും കൂടി നൽകാം. അപ്പൊ ആ ഭാഗം മാത്രം നമുക്ക് ഒഴിവാക്കി യൂട്യൂബിൽ പോകാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, അത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പോകാം. കുറെ നേരം നിങ്ങളെ ക്യൂരിയോസിറ്റിയിൽ നിർത്തുന്നില്ല, പെട്ടെന്ന് കാര്യം. എല്ലാം റെഡി ആണല്ലോ ക്ലാസ് കേൾക്കാനായിട്ട്? റെഡി ആണെങ്കിൽ നോക്കിയെടുത്തേ. എത്ര പേർക്ക് ഡോപ്പമിൻ ബൂസ്റ്റിംഗ് ഉണ്ട് നോക്കട്ടെ. യെസ്. സ്ലോ ആവണ്ട, അതിന് പതുക്കെ ആവണ്ട, കാര്യം ഫാസ്റ്റ് ആയിക്കോട്ടെ. എന്ന് അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ പങ്കെടുത്ത എത്ര പേര് ഇവിടെ ഉണ്ട്?
ഒന്നുകൂടി ചോദിക്കുന്നു, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പങ്കെടുത്ത് എത്ര പേരുണ്ട്? എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ വാക്കുകൾ നിങ്ങളുടെ അനുഭവത്തെ ഒന്ന് പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അത് മാത്രം ഏറ്റവും ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു കോഴ്സാണ്. അതിനെ പറ്റിയിട്ട് നിങ്ങൾ വാക്കിൽ നിങ്ങൾക്ക് ഓരോ ആൾക്കും എല്ലാവർക്കും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോ രീതിയിലായിരിക്കും ആൾക്കാർ പറയുന്നത്. നിങ്ങൾ ഏത് രീതിയിൽ പറയുന്നു എന്നൊന്നും എനിക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അനുഭവം, സത്യസന്ധമായ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ അൺമ്യൂട്ടഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒരാൾ ആരെങ്കിലും കൺമ്യൂട്ട് ചെയ്ത്. കാരണം ആ ബാച്ച് നമുക്ക് നാളെ വീണ്ടും മറ്റന്നാൾ തുടങ്ങുകയാണ്. പറഞ്ഞോ, ആരാണ്? അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു? അൺമ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ എല്ലാരും കയറി അൺമ്യൂട്ട്. എന്തിനാ അൺമ്യൂട്ട് ചെയ്യുന്നത്? കുമാർ സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹിപ്നോസിസ് ഒരു നല്ല ക്ലാസ് ആയിരുന്നു. ഒരു സാറിന്റെ 22 ലെസൺസ് ആണ് ആദ്യം തന്നത്. ആ ലെസൺ നമ്മൾ പഠിച്ചു. അതിന്റെ ചോദ്യവും ഉത്തരവൊക്കെ സാറ് ചോദിച്ചു. അതിനുശേഷം 3 ദിവസത്തെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരുന്നു. നമ്മുടെ പഴയ ചിന്തകളും പുതിയ ചിന്തകളും ലക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് എഴുതി നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു അവസാനത്തെ 3 ദിവസത്തെ മെഡിറ്റേഷൻ. സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സാറിന്റെ ലക്ഷ്യവും ആ ക്ലാസ്സും തമ്മിൽ എങ്ങനെ കണക്ട് ആയി? ലക്ഷ്യവും ക്ലാസ്സും തമ്മിൽ കണക്ട് ആയി. അതിന്റെ ഒരു സംഭവം ഈ ആഴ്ച നടക്കാൻ പോവുകയാണ് സാർ. കൃത്യമായി മാനിഫെസ്റ്റേഷൻ കൃത്യമായി നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റിയോ? അതെ, പറ്റി. തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ചെയ്തു. ഓക്കെ. യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു പോകും. സാർ അവിടെ നിൽക്കും. യഥാർത്ഥത്തിൽ സാർ ഇവിടെ മ്യൂട്ട് ചെയ്തോളൂ. ചിലപ്പോ ചില കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ചില കാര്യം, നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് എന്താണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെയാണ് നമുക്കിതിന്റെ ഒരു വിഷയം വരുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മാറി മാറി പോകുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉള്ളവരൊന്ന് ടൈപ്പ് ചെയ്തോളൂ കമന്റിൽ. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഞാൻ ആഗ്രഹിച്ച കാര്യത്തെ എനിക്ക് ചിലത് ലഭിക്കുന്നു, ചിലത് ലഭിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ട് നമ്മൾക്ക് മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് മാറാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അത് ഒരു സെക്കൻഡ് സ്റ്റേജ് ആൾക്കാരാണ്. കുറച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒന്നും മാറിയില്ല എന്ന് മാത്രമേ അവൻ പറയുകയുള്ളൂ. അപ്പോ ചില ആൾക്കാർക്ക് മാറ്റം വരുന്നു എന്ന് പറഞ്ഞ് തൊട്ടടുത്തേ കൂടി സ്കിപ്പായി. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന്, എവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം കിടക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രക്രിയകളും ചെയ്തിട്ടുണ്ടാവും. അഫർമേഷൻ എഴുതിയിട്ടുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടാവും, ഫോർഗീവ്നെസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ മുഴുവൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സംഭവം മാത്രം നടക്കില്ല. പക്ഷെ ചിലത് സുഖമായിട്ട് നടക്കുകയും ചെയ്യും. ഇത് എവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറയാം. നമ്മുടെ യാഥാർത്ഥ്യത്തെ നമ്മളുടെ ഉപബോധ മനസ്സാണ് നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ ശില്പി എന്നുള്ളത്. ഉപബോധ മനസ്സാണ് യാഥാർത്ഥ്യ ശില്പി. അപ്പൊ നമ്മുടെ ജീവിതം മാറണമെങ്കിൽ എവിടെയാണ് മാറേണ്ടത്? സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് മാറേണ്ടത്. നിങ്ങൾക്കറിയാം, സബ് കോൺഷ്യസ് മൈൻഡിൽ മാറിയാൽ മാത്രം, ഉപബോധ മനസ്സിൽ മാറിയാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. പക്ഷേ നമ്മൾ കുറെ കയറ്റി വെച്ചിട്ടുള്ള, നമ്മൾ നിർത്തിവെച്ചിട്ട് കുറെ അദൃശ്യമായ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വെച്ച കുറെ ഇംപ്യൂരിറ്റീസ് ഇതിനകത്തുണ്ടാവും. പണം, ഒരാൾ ഉദ്യോഗിക്കണം, പണം ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിത്യം പറയുന്ന ഒരാൾ തൊട്ടടുത്ത നിമിഷത്തിൽ വരുന്നത് എങ്ങനെയാണ്? പണം വരും, പക്ഷെ എൻ്റെ നിന്ന് പോകുമല്ലോ, ചെലവായി പോകുമല്ലോ. പണം വരുന്നുണ്ട്, ചെലവായി പോകുമല്ലോ. അല്ലെങ്കിൽ മറ്റു ചെറുപ്പത്തിലുണ്ടാവും, പണം അധികം വന്നാൽ ഭയങ്കര അപകടമാണ് കേട്ടോ. മറ്റൊരു തോട്ട് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ എപ്പോഴും പൈസയില്ല,
ഇവിടെ നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ പൈസ ഉണ്ടാവുന്നത്? എത്ര പേര് കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ട്? നമ്മൾ പണ്ട് പഠിച്ചു വെച്ചതാണ് എന്റെ കയ്യിൽ പൈസയില്ല. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് ആ തോട്ടിന് പ്രസക്തിയില്ല. കാരണം ക്യാഷ് കയ്യിൽ ആരും വെക്കാറില്ല. നമ്മൾ പറയുന്നത് എന്താണ്? എന്റെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിൽ കാശില്ല. ഒരാളെ കയ്യിൽ ഇപ്പൊ കാശ് ആവശ്യമില്ല. എന്ന് വെച്ചാൽ പൈസ പണമില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ബാങ്കിലില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പറഞ്ഞു പോകുന്നത് എന്താണ്? അപ്പൊ കയ്യിലില്ല എന്നുള്ള തോട്ട്സ് നമ്മൾക്ക് വരുമ്പോ ഈ സാധനം കയ്യിലേക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റങ്ങളായി മാറുകയും മാലിന്യങ്ങൾ നിറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ കോർ വാല്യൂ. നിങ്ങൾ ഒരുപാട് 10-22 ലെസൺസ് മുഴുവൻ ടെക്നിക്സ് പഠിച്ച് ഗോള് സെറ്റ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് ക്ലാരിറ്റി വരുത്തി സിസ്റ്റമാക്കി ഒരാൾക്കും എല്ലാം വളരെ ക്ലാരിറ്റി. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ഒരു 6 മാസം മുമ്പ് എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു ആളാണ്. അല്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നമ്മൾ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളാണ്. വളരെ ഇരുത്തി അവരെ കൊണ്ട് എഴുതി വെച്ചൊരു കാര്യമായിരുന്നു. അവർക്കൊരു കിണറിൽ വെള്ളം കിട്ടണം. സംഭവം നോക്കൂ, അവരൊരു കിണർ കുത്തി വെള്ളം കിട്ടിയില്ല. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കിണറിൽ വെള്ളം കിട്ടണം. അവരെന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഞാൻ നടക്കുമല്ലോ, ഒരു നടക്കുമല്ലോ, എപ്പോ കിട്ടണം സാറേ? അതെങ്ങനെ ഇപ്പൊ ഇത്രയും അത് അവിടെ കിട്ടാൻ സാധ്യയില്ല. ഞാൻ പറഞ്ഞു നടക്കും, നിങ്ങൾ നോക്കി നടക്കും. അന്ന് അവരെ കൊണ്ട് ശരിക്കും പറഞ്ഞ 1 മണിക്കൂർ സമയം എടുത്ത് അവരെ ഒന്ന് ക്യാൻവാസ് ചെയ്ത് അവരൊന്ന് റെഡിയാക്കിയിട്ട് ആ കിണറിൽ വെള്ളം കിട്ടുമെന്ന് പല വിധത്തിലെ രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്നിട്ട് അവർ എഴുതി വെച്ചു. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം. എഴുതി വെച്ചു 2025 ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പായി. ഇന്ന് അവർ കുറെ കാലത്തിന് ശേഷം ഇന്നാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. 2025 ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പായി എന്റെ കിണറിൽ, ഞങ്ങളുടെ വീട് മുറ്റത്ത് കുഴിച്ച കിണറിൽ നിന്നും ആവശ്യാനുസരണമുള്ള വെള്ളം എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന രീതിയിലുള്ള വാക്ക് കൃത്യമായി എഴുതുകയും അവർ സെറ്റ് ചെയ്യുകയും ചെയ്തു. എഴുതി വെച്ചു. അവർ പ്രാക്ടീസ് ചെയ്തു. 21 ദിവസം പ്രാക്ടീസ് ചെയ്തു. അവിടെ ആ സാധനം വിട്ടു. എന്തുകൊണ്ട് ഏപ്രിൽ എന്ന് വെച്ചാൽ ഏപ്രിൽ സമയം കംപ്ലീറ്റ് വെള്ളം പറ്റുന്ന സമയമാണ്. മറ്റേ സമയത്ത് വെള്ളം നമുക്ക് കിണർ ഒഴിക്കുന്നൊക്കെ ടെക്നിക്ക് അങ്ങനെയാണല്ലോ. ഏറ്റവും സമ്മർ സീസണിലാണ് കിണർ ഒഴിക്കുക. ഇവര് കഴിഞ്ഞ മാസം എന്തോ ഒരു ആവശ്യത്തിന് ആരോ വീട്ടിൽ കിണർ കുത്തുന്ന ആൾക്കാരെന്തോ വന്ന് പറഞ്ഞു, ഈ കിണറിൽ വെള്ളം ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവര് ഇന്ന് പറഞ്ഞ കഥയാണ് എന്നോട്. അവർ പറഞ്ഞു അത് കിട്ടുമല്ലോ, ശരിയാക്കാമല്ലോ, വെള്ളത്തിന് സാധ്യതയുണ്ട്. അവർ ഇറങ്ങി നോക്കിയൊക്കെ ചെയ്തു തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് അവർ പറയുന്നു, സാറേ 4 ദിവസം മുമ്പ് കിണറിന്റെ പണിയൊക്കെ കഴിഞ്ഞു, കുറച്ച് കാശ് ചെലവായി, കിണറിന് വെള്ളമെല്ലാം കിട്ടി, ഞങ്ങൾ നല്ല ശുദ്ധ വെള്ളം എല്ലാം എടുത്ത് കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവരിത് മറന്നുപോയിരുന്നു. ഞാൻ പഴയ പുസ്തകം വെറുതെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ നമ്മൾ എഴുതി വെച്ച ഗോളിനെ കണ്ടു. അപ്പൊ ഏപ്രിൽ 1-ാം തീയതി മുമ്പ് കണ്ടു. അപ്പൊ ഇന്ന് രാവിലെ കണ്ടപ്പോ തന്നെ എനിക്ക് വെച്ച സാറേ അന്ന് പറഞ്ഞ കാര്യം ഇത് വർക്ക് ചെയ്തു. മറന്നുപോയ കാര്യമാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേക. സാഹചര്യങ്ങൾ എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് വർക്ക് ചെയ്യുന്ന യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമ്മൾ എന്താണെന്നറിയോ, ഈ സാധനത്തെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വൈബ്രേഷൻ മുഴുവൻ അത് പ്രകൃതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും വെച്ച് കണക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതെങ്ങനെ അത് മറ്റേ കാര്യങ്ങൾ ചിലവർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഈ നെഗറ്റീവ് എലിമെന്റ്സിൽ. അപ്പൊ ഞാൻ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്താ കുമാർ സാറെ നമ്മൾ ചെയ്തത്? എന്താണ് ഞാൻ ചെയ്തത് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ കൂടെ ഇരുത്തിക്കൊണ്ട്? സാർ മാലിന്യങ്ങളെ മുഴുവൻ എടുക്കുകയാണ്. എങ്ങനെ എടുത്തു ഞാൻ? മെഡിറ്റേഷൻ സമയത്ത് എന്ത് മെത്തേഡ് ഉപയോഗിച്ച് എടുത്തു സാറ് കണ്ടില്ലല്ലോ അല്ലെ? സാറ് കണ്ണടച്ചിട്ട്. ഓക്കെ, മറ്റാരെങ്കിലും ഒക്കെ അത് മനസ്സിലാക്കിയവരാരുണ്ടോ എന്നൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മറ്റാരാ ക്ലാസ്സിൽ പങ്കെടുത്ത ആരും ഇപ്പോൾ ഇല്ലല്ലോ? സാറേ ഞാനുണ്ട്. പറഞ്ഞു സുജ. അത് സാറ് നമ്മുടെ 3 മനസ്സാ ഉള്ളത്. ആ മനസ്സില് ഈ പെരിഫറൽ വെളിയിലുള്ള എല്ലാ ചിന്തകളെയും നമ്മൾ മാറ്റി അവബോധ മനസ്സിലൂടെ നമ്മുടെ ആഗ്രഹങ്ങള് കടത്തി വിട്ടോണ്ട് സാറ് തന്നെ അത് സെന്റൻസുകൾ പറഞ്ഞ് നമ്മുടെയുള്ള ആഗ്രഹങ്ങള് അത് ഉപബോധ മനസ്സിലേക്ക് ആക്കുകയാണ്.
നമ്മളെ നിങ്ങളെ ക്ലാരിഫൈ ഞാൻ ചെയ്ത്. ഏത് മൈൻഡ് സെറ്റിലാണ് നിർത്തുന്നത്? എന്തോ സാറേ? ഞാൻ ഏത് മൈൻഡ് സെറ്റിലാണ് നിർത്തുന്നത് ആ സമയത്ത്? ചെന്നെത്തുന്നത് ഉപബോധ മനസ്സിലാണ്. നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിലായിരിക്കും ആ സമയത്ത്? അബോധ മനസ്സില്, ആ ഇല്ലയോ? അതെ. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മാറ്റി അൺകോൺഷ്യസ് മൈൻഡിലൂടെ ഇങ്ങനെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുന്നത്, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. അതെ, നമ്മുടെ ഈ ആഗ്രഹങ്ങൾ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. മറ്റൊന്ന് തോട്ട്സ് ഒന്നുമില്ലല്ലോ, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. വേറെ ഒരു സാധനം ഇവിടെ കയറി വരുന്നു. പിന്നെ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്, നെഗറ്റീവ്സ് എല്ലാം നമ്മുടെ സാറ് തന്നെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് സാറങ്ങ് എടുക്കുമായിരുന്നു. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂലെന്ന് എനിക്ക്. കാരണം നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ബോധത്തിലല്ല, നിങ്ങളെല്ലാം അബോധ അവസ്ഥയിലാണ്. ഉപബോധ അവസ്ഥയിൽ കയറുന്നതിന് പകരം നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേറ്റിലാണ് നിർത്തുന്നത്. അബോധ സ്റ്റേറ്റിൽ നിർത്തിക്കൊണ്ട് ആണ് പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഇതേ വരുത്തുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകള്, മൂക്ക്, അങ്ങനത്തെ വെളിയിലുള്ള സൗണ്ട് ഒന്നും അറിയത്തില്ല, ഒരു കാര്യങ്ങളും അറിയത്തില്ല നമുക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്റെ അവസ്ഥ. എല്ലാവർക്കും അതെ. ബാക്കിയുള്ളവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഈസി അല്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പൊതുവെ ചോദിക്കാത്തത്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. കുമാർ സാർ ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്താണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ ആ മെഡിറ്റേഷൻ മൂഡിൽ പോയി പിന്നെ കഴിഞ്ഞു, പിന്നെ അതൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് അതിൽ മാത്രം ജീവിക്കുകയാണ് ആ സമയത്ത്. അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഗിരിജിയും ഇവരൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ ഫ്ലൈ ആകുകയായിരുന്നു. നമ്മൾ പിന്നെ അത് വേറെ ഒരു കാര്യം ഓർക്കാൻ ശ്രമിച്ചാലും ഒക്കത്തില്ല സാറേ, ഒക്കത്തില്ല. യെസ്, താങ്ക് യു. അനിത എന്തോ പറയാൻ തോന്നി. അനിത ഓൺ മ്യൂട്ട് ചെയ്തോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ. ഞാന് ഇതില് പറയുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ 100% പെർഫെക്റ്റ് ആയിരിക്കണം, പിന്നെ വിശ്വാസം പൂർണ്ണമായിരിക്കണം എന്നാണെങ്കിൽ സംഭവിക്കുക. എനിക്കിതുവരെ അങ്ങനെ ഭയങ്കര ഒരു കാര്യവും സാധിച്ചില്ല ഇതിൽ. ഞാൻ ഇതിൽ വന്നത് തന്നെ എനിക്ക് പുതിയ ഒരു കാര്യം പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്കത് കൂടുതൽ താല്പര്യം തോന്നി. ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അപ്പൊ സാർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ വിചാരിക്കുന്നു 1% എനിക്കിത് പറ്റുമോ എന്നൊരു സംശയം കിടക്കുന്നത് കൊണ്ടായിരിക്കും. അല്ല, അവിടെയാണ് ഞാൻ നോർമൽ ലോ ഓഫ് അട്രാക്ഷന് പകരം ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്കെതിരെ യാതൊരു കൺട്രോളും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്തുമാവട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്ക് നിങ്ങളെ പ്രോഗ്രാം ചെയ്ത് തരികയാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് ഒരു വിഷയമേ ഇല്ല നമുക്ക്. അതിന് കംപ്ലീറ്റ്, അതായത് നമ്മൾ ചെയ്യുന്നത് ഇത്രയാണ്, ആ സംഭവത്തെ നിങ്ങൾ സെറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സാധനം ഞാൻ തിരിച്ചങ്ങോട്ട് നിറച്ചു തരികയാണ് ചെയ്യുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനകത്തുള്ളതിന് മാറ്റിയിട്ട് പുതിയ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവിടെ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത് സംഭവിച്ചില്ല എന്ന് പറയാനേ പറ്റില്ല, അത് ഓട്ടോമാറ്റിക് സംഭവിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, അതെല്ലാം അവർക്ക് പറഞ്ഞതെല്ലാം കൃത്യസമയത്ത് സംഭവിക്കാനേ യാതൊരു വിഷയമില്ലാത്ത കാര്യം. കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത. അപ്പൊ ഓരോ ആളുടെയും വ്യക്തിപരമായിട്ടാണ് നമ്മൾ ആ സാധനം സെഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാരെ എടുക്കാൻ പറ്റില്ല. കാരണം മാക്സിമം പോയ 25 ആളെ എനിക്ക് ഒരു സമയത്ത് ഈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുമ്പോൾ അത്രയും എനിക്ക് കപ്പാസിറ്റി. ഈ 25 ആളുടെ നെഗറ്റീവ്സിനെ വലിച്ചെടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കളയണമെന്ന് ആലോചിക്കുക എത്ര സമയം നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനത്തെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവർക്ക് അറിയില്ല ഇതിനടുത്ത് എന്താ സമയം. 20-22 ദിവസം ക്ലാസ് പഠിച്ചതല്ല, ഈ 4 ദിവസത്തെ മെഡിറ്റേഷൻ സമയത്ത് എന്ത് സംഭവിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സെഷൻസ് ആരും ചോദിച്ചു എപ്പോഴാണ് തുടങ്ങുന്നതെന്ന്. തുടങ്ങുന്ന നാളെയോ മറ്റന്നാളോ വീണ്ടും തുടങ്ങും. ഇവരെല്ലാം വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ബാക്കിയുള്ളവരെല്ലാം പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യാൻ. അതൊരു വല്ലാത്തൊരു അനുഭവമുള്ള ഒരു അവസ്ഥയാണ്.
ജോയിൻ ചെയ്യുന്നവർക്ക് അത് എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത് ഇത്ര തന്നെയാണ്. നമ്മുടെ സംശയം, അതായത് നമ്മളെ എല്ലാത്തിനും അടിസ്ഥാനമായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സംശയങ്ങളാണ്. ആ സംശയങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്, അവിടെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ദർ ഇസ് നോ കോംപ്രമൈസ്. അത് നമുക്ക് കൃത്യമായി നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി എൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം നിങ്ങളിൽ നിറച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അത് ആഗ്രഹങ്ങളെയൊക്കെ ശീലങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. പിന്നെ അവർ അതായിട്ട് ഇങ്ങനെ ജീവിച്ചോളൂ. പിന്നെ ഒന്നും ഇല്ല ഇല്ല എന്ന് പറയും. ഇന്ന് രാവിലെ ഞാൻ ഒരാൾ ചോദിച്ചു, എത്ര കോടി രൂപ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര കോടി രൂപ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ആ ഹിപ്നോസിസത്തിൽ എത്ര കോടിയാണ് സെറ്റ് ചെയ്തത് അത് അവർ ഒറ്റയടി ക്യാൻസൽ പറഞ്ഞു. എന്റെ കയ്യിൽ ഇത്ര കോടി ഉണ്ടല്ലോ ബാങ്കിൽ. അത് സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ അവരിൽ അതുണ്ട്, സെറ്റായി കഴിഞ്ഞു. പിന്നെ ഒരു ചോദ്യമില്ല അതിനകത്ത്. ആ രീതിയിലേക്ക് സെറ്റാക്കുന്ന ഒരു അവസ്ഥയാണ് സംഭവിക്കുന്നത്. കൂടുതൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളഞ്ഞില്ല. വളരെ എന്താ പറയാ, ഇത്രയും നന്നായിട്ട് ചെയ്ത സമയം, ഇന്ത്യൻ സമയം 4 ദിവസത്തെ ക്ലാസ്സിന്റെ സമയം മാത്രമാണ് നിങ്ങൾ നോക്കണം. ബാക്കി എല്ലാം ആപ്പിലൂടെ ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ സിസ്റ്റം മുഴുവൻ പഠിപ്പിക്കുന്ന ആപ്പിലാണ്. ആഴ്ചയിൽ ഒരു ലൈവ് ക്ലാസ്, കഴിഞ്ഞ പ്രാവശ്യം 1.5 മാസത്തിൽ കൂടുതൽ നീണ്ടു നിന്നു ആ ക്ലാസ്. പ്രാവശ്യം 1 മാസത്തിൽ തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. ആഴ്ചയിൽ നിങ്ങൾ ഡെയിലി ആപ്പിലൂടെ ക്ലാസ് കാണാം. 22 ദിവസം. എനിക്കത് ഈ സെഷനിൽ ഒരു 22 ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ട് ഇവർ 5 ദിവസം കൊണ്ട് ആ സെഷൻ മുഴുവൻ തീർത്ത് കളഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാക്ടീസ് ആയിരുന്നു. എന്നിട്ടാണ് പിന്നെ അവരെ ഞാൻ ഹിപ്നോസിസ് കൊണ്ടുപോയത്. അപ്പൊ അതിന് ഹിപ്നോസിസം ചെയ്യുന്നത് രാത്രി 8 മണിക്കും 9 മണിക്കുമുള്ള 1 മണിക്കൂർ സമയമാണ് നമ്മുടെ ഹിപ്നോസിസത്തിന്റെ സെഷൻ. ഫീസ് ഇന്നലെ ഞാൻ പറഞ്ഞത് ഫീസ് ഞാൻ ഫിക്സ് ചെയ്ത ഫീസ് അല്ല, ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞ ഫീസാണ്. കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ 10,000 രൂപ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇല്ല അത്രയും ഫീസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം 5,555 എന്നുള്ളൊരു എമൗണ്ട് ഫിക്സ് ആയി. ഫീസ് എത്ര? 1,115. എന്താ മാറിപ്പോയി? 5,551. 1,115 സീക്രട്ട് ഓഫ് മണിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ അനൗൺസ് ചെയ്ത് 5,555 പ്ലസ് GST ആണ് കേട്ടോ. GST ഉണ്ടാക്കും ക്ലാസ്സിന്. കാരണം ആപ്പിലൂടെ വരുന്ന ക്ലാസ്സുകൾക്ക് എല്ലാത്തിനും GST മസ്റ്റ് ആണ് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ GST നമ്മൾ സെൽഫ് പേ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്യുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു. നാളെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, സാമ്പത്തികമായി ഇപ്പൊ മാസാവസാനം ആയതുകൊണ്ട് എന്തെങ്കിലും നീക്കുപോക്ക് ആവശ്യമുണ്ടെങ്കിൽ അഡ്മിൻ ഒന്ന് വിളിച്ച് സംസാരിച്ചോളൂ, എന്നിട്ട് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് മാറും ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം നേടാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ 100% ഇതിലൂടെ നേടാൻ സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മതിയല്ലോ? ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കൂടുതൽ ക്ലാസ് നമ്മുടെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ ചോദിക്കൂ എന്ന് പറയാം. കാരണം ഞാൻ ഈ സെഷൻ 1 മണിക്കൂർ മാത്രമേ കോഴ്സുകൾ മാത്രം പറയണമെന്നൊക്കെ എപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് അറിയുന്നില്ല പറയാനായിട്ട്. കൂടുതൽ ക്ലാസ്സുകൾ ജേർണി ടു ഹാപ്പിനെസ് ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജേർണി ടു ഹാപ്പിനെസ് പ്രാക്ടീസ് ചെയ്യണം. അതിനത്രയും അത് നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക് സംഭവിച്ചു പോകും. മറ്റൊരു വിഷയമല്ല, പ്രാക്ടീസ് ചെയ്യണം. ചില ആളുണ്ട് കാശ് മേടിച്ചിട്ട് അല്ലെ കാശ് തരും, ആപ്പിൽ കയറും, പകുതി നിൽക്കും, പിന്നെ തെയ്യം ബഹളം അത് ഇതും പറഞ്ഞങ്ങ് പോകും. ഇത് പറ്റൂല. പ്രാക്ടീസ് ചെയ്യുന്ന വേണം. പ്രാക്ടീസ് ചെയ്തവർക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ള ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷത്തോടുകൂടി നല്ല സംഖ്യ എനിക്കാണ് 118. 118 പറ്റി ഞാനൊരു 118 പറ്റിയിട്ട് ഒരു സ്റ്റോറി പറയാനുണ്ട് കേട്ടോ. 118 എന്ന് പറയുന്ന സംഖ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതോടുകൂടി നമുക്ക് തുടങ്ങാം. പിന്നെന്താണ്, ഇന്ത്യൻ സമയം ചോദിച്ചത് പറഞ്ഞു, 8 മണി പറഞ്ഞു. ഓക്കെ, ശരി. ഇനി എനിബഡി ഹാവ് എനിത്തിങ് ടു ടെൽ? സെൽഫ് ഹിപ്നോസിസം ആണോ എന്ന് ചോദിച്ചാൽ സെൽഫ് ഹിപ്നോസിസം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിക്കും. പിന്നെ നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യാം. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ ചെയ്യാം. അത് ആപ്പിൽ അവൈലബിൾ ആണ്. അതൊരു പ്രത്യേക ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. ആ ഫ്രീക്വൻസി ഉപയോഗിച്ച് നിങ്ങൾ സെൽഫ് ഹിപ്നോസിസ് എപ്പോഴും ചെയ്യാം. പക്ഷെ അത് പഠിക്കണം. അത് പഠിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഹിപ്നോസിസം കോഴ്സ് ആണോ വെച്ചാൽ അല്ല. ഹിപ്നോസിസം കോഴ്സുമായിട്ട് യാതൊരു ബന്ധം. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് മാത്രമാണ്. ഹിപ്നോസിസം അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത, ക്ലാസ് എന്താണ്? ഇത് വേണ്ടവര് റെഡിയാണോ? ക്ലാസ്സിലേക്ക് റെഡിയാണോ എല്ലാവരും? ക്ലാസ് കയറാൻ ക്ലാസ്സിൽ കേൾക്കാൻ എല്ലാവരും റെഡിയാണെന്ന് പറയൂ. കമോൺ പറയൂ, ടൈപ്പ് ചെയ്തിട്ടോളൂ. ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെറും റെഡി പോരാ. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഐ എം ഹാപ്പി ആണ് മറന്നുപോയോ? ഐ എം ഹാപ്പി ആൻഡ് റെഡി. മറ്റേ ശുഭാപ്തി വിശ്വാസം വേറെയാണ്. ഹാപ്പി ആൻഡ് റെഡി. പോരട്ടെ, സ്പീഡ് പോരട്ടെ. നെറ്റിന്റെ സ്പീഡ് പോരാൻ തോന്നുന്നു. കമോൺ.
ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാം. ക്ലാസ്സിൽ ആൾക്കാർ കുറയുകയും യൂട്യൂബിൽ ആൾക്കാർ കുറയുകയും ചെയ്താൽ എൻ്റെ ഇവിടുന്ന് പറയുന്ന വാക്കുകൾ കുറയും, ഞാൻ പറയുന്ന എൻ്റെ മോഡുലേഷൻ കുറയും, സാധനം തരുന്ന സാധനത്തിന്റെ അളവ് കുറയും. കാരണം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ മുമ്പിലിരിക്കുന്നവരാണ്. നിങ്ങൾ താഴെ ഇടുന്ന കമന്റുകളും അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ താഴെ ഇടുന്ന കമന്റുകളും ഒക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് വന്നിട്ട് നേരെ കടന്നുറങ്ങും, അല്ലെങ്കിൽ കുറച്ച് നാമജപം ജപിച്ചിട്ടിരിക്കും. നിങ്ങൾ അവിടെ ഇരിക്കും. അതുകൊണ്ട് ഒട്ടും മടി കാണിക്കേണ്ട. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ നമ്മൾ പഠിച്ചെന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ പറഞ്ഞോളൂ, തെറി മാത്രം പറയരുത്, ബാക്കി നിങ്ങൾ എന്തും ടൈപ്പ് ചെയ്തോ. തെറി എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ പറയാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമല്ലെങ്കിലും, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെറി എന്നെ പറയരുത് ദയവ് ചെയ്ത്, ബാക്കി എന്തും ആയിക്കോട്ടെ. ടൈപ്പ് ചെയ്യണം. കമന്റ് താഴെ ഇടുമ്പോൾ ആൾക്കാർക്ക് നല്ല, നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു, ഞാൻ പറയുന്ന ക്ലാസ്സിൽ എനിക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകാനായിട്ട് എന്തെങ്കിലും കിട്ടണം, എനിക്ക് എന്തെങ്കിലും കിട്ടണം. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ബിരിയാണി മേടിച്ചു കൊണ്ട് തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ദൂരെ ഒരു സ്ഥലത്തിരിക്കുന്നതാണ്. എനിക്ക് നാനും ബട്ടർ ചിക്കനും ബട്ടർ നാനും മേടിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് പിസ മേടിച്ചു തരാൻ പറ്റില്ല, അതൊന്നും ഇപ്പം മേടിച്ചു തരണം. അതൊന്നും എനിക്ക് ബൂസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഫുഡ് അതിലൂടെ നൽകിയാൽ മതി. എന്റെ എനർജി എന്ന് പറയുന്നത് അതാണ്, അത് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോ ഉപയോഗിക്കുന്ന കമന്റുകൾ പിസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ, നല്ല നല്ല ഐറ്റം ആയിക്കോട്ടെ. നിങ്ങൾ എന്താ നമ്മുടെ മോട്ട റൈസും ഒന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ലളിതമായ സാധനം മതി. പച്ചരിയോ ചോറോ അങ്ങനെയൊക്കെ, അങ്ങനെയുള്ള ലളിതമായത് മതി. വലിയ കടുകട്ടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. വേണമെങ്കിൽ ഉപയോഗിച്ചോ, സാറേ ഐ ലവ് യു എന്നൊക്കെ, അതൊക്കെ ഓപ്പണായിട്ട് ഉപയോഗിക്കാം. അതൊന്നും യാതൊരു തർക്കമില്ല. ഒരു വിഷയം എല്ലാവർക്കും ഇതായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടം. അപ്പൊ നിങ്ങൾ പറയുന്നതിനൊന്നുമില്ല, ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇത് വേണ്ടവർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ഇല്ല മിണ്ടാതിരുന്നു. ആർക്കാ വേണ്ടതല്ലേ? അൺഎക്സ്പെക്റ്റഡ് മണി കിട്ടുകയാണെങ്കിൽ ആർക്കാ വേണ്ടത്? ചുമ്മാ ആയിരിക്കും. ആർക്കാ വേണ്ടത്? അൺഎക്സ്പെക്റ്റഡ് മണി അല്ലെ? അതാണ് ഇന്ന് അഡ്മിൻ ഇട്ടെന്ന് തോന്നുന്നു. അല്ല, അപ്രതീക്ഷിത ധനം 21 തവണ പറഞ്ഞാൽ അപ്രതീക്ഷിത ധനം കിട്ടും. അപ്പൊ നോക്കിയേ, വേണോ വേണ്ടല്ലേ? എന്നപ്പോ നമ്മൾ നിർത്താം. അൺഎക്സ്പെക്റ്റഡ് മണി വേണോ എന്നുള്ളത് പോകുന്ന വഴിക്ക് കിട്ടിയിരിക്കട്ടെ. യെസ്, വേണം വേണം. ഓക്കെ, ഏതായാലും സംഭവിക്കട്ടെ. തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അൺഎക്സ്പെക്ടഡ് മണി നെക്സ്റ്റ് വീക്ക് വേണം, ഈ വീക്ക് വേണ്ട. എന്താ ഇസ്രയേലുകാർ പറയട്ടെ? ഈ വീക്കിൽ അൺഎക്സ്പെക്ടഡ് വേണ്ട, നെക്സ്റ്റ് വീക്കിൽ മതി. അപ്പൊ ഈ വീക്കിൽ കിട്ടിക്കോട്ടെ, ഈ വീക്ക് ഇങ്ങോട്ട് അയച്ചോട്ടോ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ കിട്ടിയത് നിങ്ങളെടുത്തു. അല്ല, 118 ഇന്ന് പറയാന്നൊന്നും പറഞ്ഞില്ല. 118 ഒരിക്കൽ ഞാൻ ആ കഥ പറയാതാ പറഞ്ഞത്. 118 പറയാന്ന് പറഞ്ഞ അതിപ്പോ പറയില്ല. അത് ഒരിക്കൽ ഞാൻ 118 നമ്പർ പറയാന്നാ പറഞ്ഞു, ഇപ്പൊ പറയാന്ന് പറഞ്ഞില്ല. നോക്കൂ, നമ്മള് അപ്രതീക്ഷിതമായ ധനം വരാൻ. എന്തുകൊണ്ട് ഈ ധനത്തെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ? ഞാൻ ഉദ്ദേശിക്കുന്നത് പണമല്ല കേട്ടോ. ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന സർവ്വ കാര്യങ്ങളിലും നമ്മളുടെ വെൽത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ക്ഷേമം, എന്താ പറയാ, സുഖം, സന്തോഷം, ഇതൊക്കെ പറയുന്നത് അബൻഡൻസിനെ പറ്റിയിട്ടാണ്. അബൻഡൻസ് നമുക്ക് എപ്പോഴാണോ, നിറവ് അല്ലെ, നിറവ് എപ്പോഴാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാം ലഭിക്കുകയുള്ളൂ. നിറവ് നമുക്ക് ഫീൽ ചെയ്യണം. ഇതൊരു ഇമോഷനായിട്ട് ഫീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. അൺഎക്സ്പെക്റ്റഡ് മണി എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ കറൻസിയിൽ മാത്രം ഒതുങ്ങും. കറൻസി എടുത്തിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറൻസി കിട്ടിയോണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വെൽത്തിലേക്ക് അതിനെ മാറ്റും. ചിലപ്പോൾ നമുക്ക് വീട് വെക്കാൻ ഉപയോഗിക്കും, മറ്റത് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്. എന്ന് വെച്ചാൽ അത് വെൽത്ത് അല്ലാതായി മാറുമോ? മണി അല്ലാതായി മാറുമോ? മണി കൊണ്ടാണ് എല്ലാം നേടുന്നത്. അതുകൊണ്ട് ഇപ്പൊ അൺഎക്സ്പെക്റ്റഡ് മണി കിട്ടും, അല്ലെങ്കിൽ ഒരു മണി കിട്ടിയാൽ നമ്മൾ പിന്നെ തൊട്ടടുത്ത് ചെയ്യുന്നതായിരിക്കും ഹെൽത്തിന് വേണ്ടി നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ നിൽക്കും. അപ്പോൾ ആ വെൽത്തും ഹെൽത്ത് കിട്ടിയതും ഈ മണി കൊണ്ട് തന്നെയാണ്. അതിനെ ഒന്ന് വേർതിരിച്ചറിയുക. ഒള്ളി കറൻസി അല്ല നമ്മുടെ വിഷയം, എവറിഥിങ് ഇൻക്ലൂഡഡ് ഓഫ് അബൻഡൻസ്. ആ അബൻഡൻസ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളുടെ ഫോൺ ഇപ്പൊ നല്ലൊരു ഫോണല്ല, നിങ്ങൾ ഒരു പഴയ ഫോണാണെന്ന് കരുതിക്കോ. പഴയ ഫോണാണ്. നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു അൺഎക്സ്പെക്റ്റഡ് വെൽത്ത് ലഭിക്കാനായിട്ട്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒരു മാസം വരെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, 1 രൂപ നിങ്ങൾക്ക് വന്നില്ല.
30-ാം തീയതി നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു. ആ ലോട്ടറിയുടെ സമ്മാനം ഒരു സാംസങ് S25 ഫോണാണ്, ഗാലക്സി 24. നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ, ദുഃഖം തോന്നുമോ? അത് പണമായിട്ട് നിങ്ങൾക്ക് തോന്നുമോ, അല്ല ഇതെന്തിനാ എനിക്ക് പൈസ അല്ലേ വേണ്ടത് തോന്നുന്നു? ഞാൻ തോന്നുന്നവരുണ്ട് കേട്ടോ, തോന്നുന്നവരുണ്ട്, തോന്നാത്തവരെ പറ്റിയാ എന്താ തോന്നുക? അതൊരു വെൽത്ത് തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ച്. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഡ്രസ്സ് കിട്ടുന്നു, ഇതൊരു വെൽത്ത് തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ച്. ഇതൊന്ന് തിരിച്ചറിയണേ. അതൊന്ന് ആമുഖത്തിൽ പറഞ്ഞു പോകുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു രൂപത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഓരോ ആൾക്ക് ആവശ്യമുള്ളത് അതിനകത്ത് തേടി എത്തിക്കൊള്ളുക. നമുക്ക് കോമൺ ആയിട്ടേ പറയാൻ പറ്റില്ല. പൊതുജനത്തിന് ആവശ്യമുള്ള, പൊതുജനം പലവിധം എന്ന് പറയുന്നത് പൊതുജനത്തിന് ആവശ്യമുള്ള കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഇതിനകത്ത് എടുക്കാൻ തിരിക്കാം. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ ഓരോന്നിനെയും വേർതിരിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പോവുക, അല്ലെ? എല്ലാം എടുക്കാൻ നിൽക്കണ്ട. അപ്പൊ അത് വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കാര്യം പറയുന്നത് വളരെ ലളിതമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, 2 അഫർമേഷൻസ് മാത്രം ഡയറക്റ്റ് നിങ്ങൾക്ക് തരികയാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഒരു അഫർമേഷൻസ് നിങ്ങൾ വളരെ സീക്രട്ടാണ്, ആരോടും പറയരുത്. ഒറ്റ അഫർമേഷൻസ് നിങ്ങൾക്ക് ആർക്ക് വേണം പറഞ്ഞു കൊടുക്കും. ഇത് നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്ര പേർക്ക്, 123 പേർക്ക്, ഇവർക്ക് മാത്രമുള്ള അഫർമേഷൻ ആണ്. മറ്റത് നിങ്ങൾ ആർക്ക് വേണം പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു. നോക്കൂ, എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റൊന്നും അത് ചെയ്യേണ്ടതില്ല. എല്ലാ ദിവസവും നിങ്ങൾ സമ്പത്തിനെ പറ്റിയാ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് എപ്പോഴാണോ എവിടെയാണോ ഇരിക്കുക, ബാക്കി ഞാൻ വീണ്ടും സ്വസ്ഥമായി പറയാം, സ്വസ്ഥമായി നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇരുന്നോളൂ. അതൊന്നും കണ്ടീഷൻ ഇല്ല, സ്വസ്ഥമായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. യെസ്, ഞാൻ സ്വസ്ഥമായി ഇരിക്കാറുണ്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്ത്. 90% ആൾക്കാർ സ്വസ്ഥമായി ഇരിക്കാറില്ല എന്ന് എനിക്കും അറിയാം, വളരെ കുറവാണ്. ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. യെസ്, സ്വസ്ഥമായി ഇരിക്കും. അവിടെ പോയിട്ട് 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അയ്യോ എന്റെ മോൻ എന്തായോ എന്തോ, അവൻ ഭക്ഷണം കഴിച്ചോ എന്തോ. അടുത്തത് കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും, എടീ അവിടെ ആ വെച്ചത് എന്തായി മോളെ ഒന്ന് നോക്കൂ, അല്ലേ? മെഡിറ്റേഷൻ ക്ലാസ്സിലല്ല, മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ചിന്തകളൊക്കെ വേറെന്തൊക്കെയാണ്. വളരെ കുറച്ച് മാത്രം, വളരെ അപൂർവമായിട്ടേ നിങ്ങൾ സ്വസ്ഥമായിരിക്കുള്ളൂ. ഇതൊന്ന് ഇരിക്കണം. അതുകൊണ്ട് അവർ സ്വസ്ഥമായി ഇരുന്നേ പറ്റുള്ളൂ. ക്ലാസ്സിൽ ഇത്ര സ്വസ്ഥമായി ഇരിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ ഒന്ന് ക്ലാസ്സിൽ കയറി എടുത്തിട്ട് സമയമില്ല. ഇപ്പോഴാണ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടും. അതുവരെ പണിയരുത്. എന്താ പണി? ജോലിയുണ്ടോ? ജോലിയൊന്നും ഒരു സാരം 10 പൈസ വരുമാനമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കാൻ നോക്കുമ്പോൾ ഇല്ല, അപ്പോഴാണ് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ അപ്പോഴാണ് മറ്റു വീട്ടുകാരോട് സംസാരിക്കുക. അരമണിക്കൂർ എന്തിനാ ക്ലാസ്സിൽ ഇരിക്കുന്നത്? സാറെന്തോ പറയും, കേൾക്കും, ഞാൻ പോവും, അത്ര തന്നെ. പക്ഷെ ഒരു സമാധാനം, ഇത്രേ ഉള്ളൂ. ഇങ്ങനെയല്ലേ ഒരുപാട് ആൾക്കാർ. സ്വസ്ഥമായി ഇരിക്കാൻ സമയം കണ്ടെത്തണേ, അവനവനക്ക് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞേ, നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഞാൻ ഇത്രയും തിരക്കിനിടയിലും എന്റെ ടൈം രാവിലെ 3:30 മണി മുതൽ രാത്രി 11:30 മണി വരെയുള്ള, ഇപ്പൊ 10:30 മണി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയി, 11:30 മണി സമയത്തും ഫുള്ളി പാക്ഡ് ആണ്. പക്ഷെ 1 മണിക്കൂർ ഞാൻ ഒരു സ്ഥലത്ത് പോയിരിക്കും, അവിടെ ഒരു സാധനം എടുക്കൂല, ഒരു സാധനമില്ല, സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കും. കൃത്യം ഇപ്പൊ 45 മിനിറ്റോളം ഇരിക്കുന്ന ചെയ്തിരിക്കും. അവിടെ ഒന്നും ചെയ്യില്ല, ഫോണും എടുക്കില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഒരു ചായ കുടിക്കുന്ന സമയം അതാണ്. ഞാനും എന്റെ വൈഫായിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കും. വർത്താനം കൂടുതലൊന്നും പറയുന്നില്ല, സുഖമായിട്ടിരിക്കും. ഇത് എപ്പോഴും അങ്ങനത്തെ ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്താൻ വീട്ടിനകത്ത് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഈ സംഭവം നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ഈ പറയുന്ന വാക്ക് വിശ്വാസത്തോടുകൂടി ആവർത്തിച്ച് പറയുക. എത്ര തവണ എന്നത് നിങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റും, ഇത് മാത്രമാണ് ഇതിന്റെ കണ്ടീഷൻ. നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റും അത്രയും തവണ ആവർത്തിച്ച് പറയുക. ദിവസവും ചെയ്യണം. എത്ര ദിവസം ചെയ്യണം? നോ ലിമിറ്റേഷൻസ്. ദിവസവും ചെയ്യണം. നിങ്ങൾക്ക് എന്നാണോ സമ്പത്ത് വേണ്ടാത്തത് അന്ന് നിർത്തിക്കോ, അതുവരെ നിങ്ങൾ പറഞ്ഞോ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ? ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകുമോ? എന്ന് മുതൽ എനിക്ക് സമ്പത്ത് വേണ്ട എന്നുള്ളൊരു ദിവസം ഉണ്ടാകുമോ? ഉണ്ടാകും. പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമയം ഉണ്ടാകും, പറ്റൂല അവിടെ. അതാണ് സമയം ഒന്നുണ്ടാവും, പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാനില്ല. അപ്പോഴേക്കും നമ്മുടെ രണ്ട് വിരലുകൾ കണ്ട് അവർ ചരട് കൊണ്ട് ബന്ധിപ്പിക്കും. 2 വിരൽ അറിയാലോ കഥ, കൈയുടെയും കാലിന്റെ 2 വിരലുകൾ ബന്ധിപ്പിക്കും. അങ്ങനെ അറിയണം കേട്ടോ, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോ അത് ഇല്ലാത്തൊരു സമയമുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ആശ്ചര്യകരമായ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക.
ആ വാക്കുകൾ ഇങ്ങനെയാണ്, എഴുതി വെച്ചോളൂ. ഞാൻ സമ്പത്തിന്റെ ആകർഷണ ശക്തിയാണ്. ഞാൻ സമ്പത്തിന്റെ ആകർഷണ ശക്തിയാണ്. ധനവും സമൃദ്ധിയും എന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായ സമ്പത്ത് വിവിധമായ മാർഗങ്ങളിൽ നിന്നും എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമ്പത്തിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്റെ ധനവിജയം ഉറപ്പാണ്. ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. എത്ര സമയം എന്നതിന് പ്രശസ്തിയില്ല, എപ്പോൾ എന്നതിന് പ്രശസ്തിയില്ല, എവിടെ എന്ന് പ്രശസ്തിയില്ല. നിങ്ങൾ സ്വസ്ഥമായിരിക്കുകയും നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് തീരുമാനിക്കുന്ന ഏത് സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിൽ ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാം. എത്ര തവണ ചെയ്യണം എന്നതിന് ലിമിറ്റില്ല, എത്ര കാലം ചെയ്യണം എന്ന് ലിമിറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഭാഗമായി നിൽക്കേണ്ട കാര്യമായതുകൊണ്ട് there is no ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത്രയും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, നിത്യജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കാരണം ബാക്കി നിങ്ങൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടോളൂ. കാരണം മറ്റൊരു ക്ലാസ് അത്യാവശ്യമായിട്ട് എടുക്കണം. അത് കൃത്യസമയത്ത് തുടങ്ങി തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനായിട്ട് പോവുക. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ വേണ്ടവർ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തോളൂ. നാളെയാണ് തുടങ്ങുന്നത്. ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, നിങ്ങൾ തയ്യാറാണ്, ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയാ, നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റംസും ഒരുപാട് വിഷയങ്ങളും മാലിന്യങ്ങളും നമ്മളിലുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സുകൾ പോവുക. മണിയെ പറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്ന വാട്സപ്പ് ക്ലാസ്, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള മണിയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന വാട്സപ്പ് ക്ലാസ് നാളെയാണ് തുടങ്ങുന്നത്. 10 സീക്രട്ട് ഓഫ് മണി എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസയേ ഉള്ളൂ. അത് ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്തവർക്ക് മാത്രമായിട്ട് ഒരു ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ പാർട്ടാണ്. അത് ആപ്പിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി. അത് പഠിച്ചവർക്ക് മാത്രമേ അത് ഫ്രീക്വൻസി കിട്ടുള്ളൂ. അത് സെപ്പറേറ്റ് ആണ്. അത് എത്ര പേരുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം ആ ഫ്രീക്വൻസി പേയ്മെന്റ് കൊടുത്ത് പർച്ചേസ് ചെയ്തെടുക്കേണ്ട ഫ്രീക്വൻസി ആയതുകൊണ്ട് ആൾക്കാർക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഓരോ ആൾക്കും അലോട്ട് ചെയ്യേണ്ട ഫ്രീക്വൻസിയാണ് വെൽത്ത് മാനിഫെസ്റ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സാധനം. അത് വേണ്ടവര് സെപ്പറേറ്റ് പറയാം. പക്ഷെ ഈ കോഴ്സ് എടുക്കാതെ അത് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ഓപ്ഷൻ. കാരണം അത് അതിന്റെ പാർട്ടായിട്ടല്ല വരുന്നത്. പക്ഷെ അതിൽ ഒരു കുറച്ച് തിരിച്ചറിവുകൾ നടത്തിയതിനു ശേഷം മാത്രമേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വെറും ഫ്രീക്വൻസി കിട്ടിയോണ്ട് കാര്യമില്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞില്ലെന്ന് വേണ്ട, മറക്കണ്ട. പിന്നെ അവസാനം കിടന്നിട്ട് സാറേ ഞാനവിടെ കയറി വരട്ടെ എന്ന് ചോദിച്ചാൽ സോറി എന്ന് പറയേണ്ടി വരും. കാരണം സ്പെഷ്യൽ VIP-മാര് വരുന്ന പ്രോഗ്രാമാണ്. മുൻകൂട്ടി എല്ലാ ഡീറ്റെയിൽസും ഉള്ളവർ മാത്രമേ അത് പങ്കെടുക്കാൻ പറ്റൂ. ഇൻക്ലൂഡിങ് യുവർ പാൻ കാർഡ് അടക്കം നമ്മൾ കോപ്പി വാങ്ങിക്കും. കോപ്പി വാങ്ങി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ പ്രോഗ്രാമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പാസ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പങ്കെടുക്കൂ. പാസ് പ്രിന്റഡ് പാസ് ആണ് ഇപ്രാവശ്യം തരുന്നത്, വെറുതെ മറ്റല്ല. ആ പ്രിന്റഡ് പാസിൽ ഉള്ളവർക്ക് മാത്രമേ അവിടെ പങ്കെടുക്കാൻ പറ്റൂ എന്ന് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് ആ പാസ് സ്വീകരിക്കുന്നവർക്ക് ആണ് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റുന്ന. ആ ലക്കി ഡ്രോയിൽ പങ്കെടുക്കുന്ന 3 പേരിൽ എന്റെ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഈ VVIP-യിൽ നിന്നും എന്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഈ ലക്കി ഡ്രോയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 3 ആൾക്കാരായിരിക്കും. 3 പുസ്തകം 3 ആൾക്കാരായിരിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സാധനം കൂടിയുണ്ട്. രണ്ടാമത്തെ ലക്കി ഡ്രോയില് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം അന്ന് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 5 ദിവസം സമയം വേണം എനിക്ക്. അതുകൊണ്ട് മുൻകൂട്ടി 5 ദിവസത്തിന് മുമ്പേ ബുക്ക്, മാക്സിമം 27-ാം തീയതിക്ക് ശേഷം ഇത് അഡ്മിഷൻ ക്ലോസ് ആണ്. അതുകൊണ്ട് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ തൃശ്ശൂർ പ്രോഗ്രാമിൽ ചെയ്ത് ഈ തൃശ്ശൂർ പ്രോഗ്രാമിൽ ചെയ്ത ഒരു പ്രോഗ്രാം ഇനി എവിടെയും ചെയ്യില്ല. ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ. ഈ ടെക്നിക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നതും അതിന്റെ സാധനവും ഒറ്റ പ്രോഗ്രാമിൽ മാത്രമേ ചെയ്യുള്ളൂ. മറ്റൊരു പ്രോഗ്രാമിൽ അത് ചെയ്യില്ല. അതുകൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് അയച്ചതൊന്നും ചോദിച്ചേക്കരുത്, ഒന്നും ഉണ്ടാവില്ല. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.